വാട്ടർ ബോയും ഫയർ ഗേളും ഇഷ്ടത്തിലാവുന്നു. അവർ പരസ്പരം കൈകോർക്കുമ്പോൾ വാട്ടർ ബോയ് തിളയ്ക്കാൻ തുടങ്ങുന്നു. അവർ ആദ്യമായി മീറ്റ് ചെയ്തത് ഫയർ ഗേളിന്റെ വാട്ടർ ലീക്കിംഗ് ഉള്ള ബേസ്മെന്റിൽ വെച്ചാണ്. ഫയർ ഗേൾ തകർന്ന വാട്ടർ പൈപ്പ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിറ്റി ഓഫീസറായ വാട്ടർ ബോയ് ആ പൈപ്പ് വഴി അതിനകത്തേക്ക് വരുന്നു. അവിടെയുള്ള പൊട്ടിയ വാട്ടർ പൈപ്പുകൾ കണ്ടതും അവൻ തന്റെ നോട്ട് പാഡിൽ അവർക്കെതിരെയുള്ള കംപ്ലൈന്റ് എഴുതുന്നു. അവൾ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ ജനൽ വഴി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൾ അവനെ ഫോളോ ചെയ്യുന്നു. അവൾ സബ്വേക്കകത്ത് കയറുമ്പോൾ അതിനകത്ത് നിന്നൊരു പ്ലാന്റ് എലമെന്റിനെ തൊട്ടതും അതിന്റെ ലീഫ് മുഴുവൻ കത്തിപ്പോകുന്നു. അവൾ വാട്ടർ ബോയുടെ കയ്യിൽ നിന്ന് അവൻ അറിയാതെ ആ നോട്ട് പാഡ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് ചൂട് കൂടുതലായതുകൊണ്ട് അവൻ തിരിച്ചറിയുന്നു. ഉടനെ തന്നെ അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. അവൾ ഫോളോ ചെയ്യുമ്പോൾ അവൻ ഒരു ചുവരിലെ ഗ്യാപ്പ് വഴി മറുവശത്ത് പോകാൻ ശ്രമിക്കുന്നു. അവളും അവന്റെ പുറകെ തന്നെ പോകുന്നു. രണ്ടുപേരും സിറ്റി ഹാളിലെത്തുന്നു. അവിടെയാണ് അവൻ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അവൾ അവിടെ ഒരു ഷോപ്പിലുണ്ടായിരുന്ന ചില്ലി ഓയിലിന്റെ ബോട്ടിലെടുത്ത് അവന്റെ മുന്നിലായി വന്ന് നിൽക്കുന്നു. എന്നിട്ട് അത് തറയിലൊഴിച്ച് അവന്റെ മുന്നിൽ തീ കൊണ്ടൊരു വലിയ മതിൽ പോലെ നിൽക്കുന്നു. പക്ഷെ അവൻ ഈസിയായി അവളെ കടന്ന് മറുവശത്തെത്തുന്നു. എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിലൂടെ ആ കംപ്ലൈന്റ് സുപ്പീരിയറിന് അയക്കുന്നു. അതേസമയം ഫയർ ഗേൾ നിരാശയായി തറയിലിരിക്കുന്നു. കാരണം ആ ഷോപ്പ് അവളുടെ അച്ഛന്റെ സ്വപ്നമാണ്. പഴയൊരു കെട്ടിടം അദ്ദേഹം റിപ്പയർ ചെയ്താണ് അങ്ങനെ ഒരു ഷോപ്പാക്കി മാറ്റിയത്. ഇപ്പോൾ ഇവൻ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പെർമിറ്റ് ഇല്ലാതെ അങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നതിന് അത് അടച്ചുപൂട്ടും. അത് കേട്ടതും അവന് കുറ്റബോധം തോന്നുന്നു. അവൻ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ സുപ്പീരിയറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു.